നമസ്കാരം. നേപ്പാളിൽ മുൻ പ്രധാനമന്ത്രി കെ.പി. ഒലി ശർമ്മ അറസ്റ്റിലായിരിക്കുന്നു. അതായത് കഴിഞ്ഞ 2025 സെപ്റ്റംബർ മാസമാണ് രാജ്യത്ത് വലിയ കലാപം നടക്കുന്നത്, സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നത്. ജൻസി കലാപം എന്ന പേരിൽ അല്ലെങ്കിൽ ജൻസി പ്രക്ഷോഭം എന്ന പേരിൽ ആ പ്രക്ഷോഭം ലോകമാകെ പ്രശസ്തമായിരുന്നു. നേപ്പാൾ ഭരണകൂടം കെ.പി. ശർമ്മ ഒലിയുടെ നേതൃത്വത്തിൽ അന്നുണ്ടായിരുന്ന ഭരണകൂടം രാജ്യത്ത് സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, അല്ലെങ്കിൽ അതിനെതിരെയായിരുന്നു അന്ന് യുവാക്കൾ സംഘടിക്കുകയും ജൻസി പ്രക്ഷോഭം നേപ്പാളിൽ ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ ദൗർഭാഗ്യവശാൽ ഈ പ്രക്ഷോഭത്തിനെതിരെ കടുത്ത അടിച്ചമർത്തൽ നടപടികളാണ് ആ രാജ്യത്തെ ഭരണകൂടം അന്ന് സ്വീകരിച്ചത്. ഈ പ്രക്ഷോഭത്തിൽ 72ഓളം ആളുകൾക്കാണ്, അല്ലെങ്കിൽ യുവാക്കളടക്കം, ഇതിൽ ഭൂരിഭാഗവും യുവാക്കളാണ്, 72ഓളം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിൽ ഭൂരിഭാഗവും പ്രക്ഷോഭകരും യുവാക്കളും ഒക്കെയാണ്. ഇങ്ങനെ ഈ സമരത്തെ അടിച്ചമർത്തതിൽ വലിയ തെറ്റുപറ്റിയിട്ടുണ്ട്. ഭരണകൂടം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന കുറ്റത്തിലാണ് ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദി എന്ന നിലയിലാണ് മുൻ പ്രധാനമന്ത്രി കെ.പി. ഒലി ശർമ്മയെയും അതുപോലെ തന്നെ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖകിനെയും ഇവരുടെ വസതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നേപ്പാളിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി എന്ന നേപ്പാളിലെ പുതിയൊരു രാഷ്ട്രീയ ശക്തി ഉദയം ചെയ്യുകയായിരുന്നു. രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി 3/2 ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള ദേവേന്ദ്ര ഷാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം രാമനവമി ദിവസത്തിലാണ്, അതായത് 27-ാം തീയതിയാണ്, മാർച്ച് മാസം 27-ാം തീയതി, ഇന്നലെയാണ് ദേവേന്ദ്ര ഷാ പ്രധാനമന്ത്രിയായി, നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അങ്ങനെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് 24 മണിക്കൂറുകൾക്കകമാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPN UML അധ്യക്ഷൻ കൂടിയായ ഈ കെ.പി. ശർമ്മ ഒലിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയ പ്രതികാരമാണെന്നും ഇപ്പോഴത്തെ സർക്കാർ നടത്തുന്ന വേട്ടയാണ് എന്ന്, പ്രതിപക്ഷ വേട്ടയാണ് ഈ അറസ്റ്റ് എന്നുമാണ് CPN UMLും അതുപോലെ തന്നെ കെ.പി. ശർമ്മ ഒലിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ആ പ്രതികരണത്തെ തള്ളുകയാണ് സർക്കാർ വിഭാഗം. അതായത് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി സുദാൻ ഗുരുങ് പറയുന്നതനുസരിച്ച് ഇതൊരു പ്രതികാര നടപടിയൊന്നുമല്ല, മറിച്ച് രാജ്യത്ത് നീതിയും നിയമവും നടപ്പിലാകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ അറസ്റ്റ് എന്നാണ്. സർക്കാരിൻ്റെ ഈ അഭിപ്രായത്തിന് തീർച്ചയായും ഒരു അടിസ്ഥാനമുണ്ട്. അത് മറ്റൊന്നുമല്ല, അതായത് ഈ ജൻസി കലാപങ്ങളെ തുടർന്ന് ഈ കെ.പി. ശർമ്മ ഒലിയുടെ സർക്കാർ രാജിവെച്ചിരുന്നു. അങ്ങനെ സർക്കാർ രാജിവെച്ചതിന് ശേഷം സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ നേപ്പാളിൽ അധികാരത്തിൽ വന്നിരുന്നു. ആ ഇടക്കാല സർക്കാരാണ് ഈ ജൻസി കലാപത്തെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്. ജൻസി കലാപത്തെയും അത് ഭരണകൂടം അടിച്ചമർത്തിയതിനെയും കുറിച്ചൊക്കെയാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിച്ചത്. ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടിൽ അതിനിശിതമായ വിമർശനമാണ് അന്നത്തെ ഭരണകൂടത്തിനെതിരെ ഉണ്ടായത്. പ്രക്ഷോഭകർക്കെതിരെ വെടിവെക്കാൻ നേരിട്ട് ഉത്തരവ് നൽകിയതിൻ്റെ തെളിവുകളില്ല എങ്കിലും ഈ വെടിവെയ്പ്പ് തടയുന്നതിനും പ്രക്ഷോഭത്തെ നിയന്ത്രിക്കുന്നതിനുമെല്ലാം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് വലിയ ഗുരുതരമായ വീഴ്ച കെ.പി. ശർമ്മ ഒലി നടത്തി എന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്നത്. ദേവേന്ദ്ര ഷാ അധികാരമേറ്റ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഉത്തരവിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലിയെയും ആഭ്യന്തരമന്ത്രി രമേശ് ലേഖകിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ രമേശ് ലേഖകിനും പ്രധാനമന്ത്രിക്കും ഒപ്പം മുൻ പോലീസ് മേധാവി ചന്ദ്രകുപേർ ഖപ്പൂങ്ങിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ നേതാക്കളിലേക്കും അതുപോലെ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്കും നടപടികൾ കടക്കുമോ എന്നറിയില്ല. എന്തായാലും ജൻസി പ്രക്ഷോഭം അത് മനുഷ്യത്വരഹിതമായിട്ടാണ് അടിച്ചമർത്തിയിരിക്കുന്നത് എന്ന് ജുഡീഷ്യൽ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു. അതിൻ്റെ നിയമ നടപടികളിലേക്ക് ദേവേന്ദ്ര ഷാ കടക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.